സ്കോഡ കമ്പനി പുറത്തിറക്കുന്ന പുതിയ SUV-ക്ക് പേരിട്ടത് കാസർഗോഡ് സ്വദേശി മുഹമ്മദ് സിയാദ് നിർദ്ദേശിച്ച കൈലാഖ് എന്ന പേര് സ്കോഡ തിരഞ്ഞെടുക്കുകയായിരുന്നു. 2025-ൽ വാഹനം പുറത്തിറങ്ങും. സിയാദ്, കൺഗ്രാജുലേഷൻസ്, യു ആർ ദ വിന്നർ എന്ന് ഫോണിലൂടെ അറിയിച്ചു. ആദ്യം കേട്ടപ്പോൾ വിശ്വസിക്കാൻ കുറച്ച് പ്രയാസം ഉണ്ടായിരുന്നു. അതായത് സ്കോഡ ഈ ഒരു 2025 അടുത്ത വർഷം അവരുടെ ഒരു പുത്തൻ കോമ്പാക്ട് SUV പുറത്തിറക്കുമ്പോൾ നിങ്ങളായിരിക്കും ഈ രാജ്യത്തിലെ ഈ ഒരു സ്കോഡ കൈലാക്കിൻ്റെ ആദ്യത്തെ ഉടമ എന്ന് അവർ അറിയിക്കുകയും കൂടി ചെയ്തപ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. അതായിട്ട് ദൈവത്തെ സ്തുതിക്കുകയാണ് ഈ ഒരു അവസരം തന്നതിനും ഈ ഒരു സൗഭാഗ്യം ലഭിച്ചതിനും. അൽഹംദുലില്ലാഹ്. ഈ ഒരു മത്സരം എന്ന് പറയുന്നത് കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് ശ്രദ്ധയിൽപ്പെട്ടത്. സ്കോഡ അവരുടെ 2025 പുറത്തിറക്കാൻ പോകുന്ന കോമ്പാക്ട് SUV-യുടെ പേര് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു അവർ നെയിം യുവർ സ്കോഡ എന്ന പ്രത്യേക വെബ്സൈറ്റ് വഴി ഈ ഒരു മത്സര പരിപാടി സംഘടിപ്പിച്ചത്. അപ്പം അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നോക്കുകയും അപ്പം അതിൽ നിന്ന് പല കാര്യങ്ങളും മനസ്സിലാക്കുകയും ചെയ്തു. അതിൽ ഏറ്റവും കൂടുതൽ ആശ്ചര്യപ്പെടുത്തിയത് ഈ ഒരു പേര് നിർദ്ദേശിച്ച് അവർ സെലക്ട് ചെയ്താൽ ആ ഒരു സെലക്ട് ചെയ്യപ്പെട്ട പേര് ആരുടേതാണോ അവർക്ക് ആ ഒരു കാറ് തന്നെ സമ്മാനമായി നൽകുമെന്ന് അവരതിലൂടെ അറിയിച്ചപ്പോഴാണ് ഈ ഒരു മത്സരത്തിലേക്ക് കൂടുതൽ ആകർഷണീയത തോന്നിയത്. അങ്ങനെ അതനുസരിച്ച് അതിനുവേണ്ടി തയ്യാറെടുക്കുകയും അവരുടെ റൂൾസ് നോക്കുമ്പോൾ അവരുടെ പ്രധാനപ്പെട്ട ഒരു തീമാണ് K കൊണ്ട് തുടങ്ങി Q കൊണ്ട് അവസാനിക്കുക എന്നുള്ളത്. സാധാരണ അവരുടെ മുൻകാല മോഡലുകളായ കുഷാക്ക്, അതുപോലെ കോഡിയാക്ക് തുടങ്ങിയ മോഡലുകൾ സ്വീകരിച്ച അതേ രീതിയിലായിരുന്നു അവർ ഈ ഒരു കാറിനും പേര് ആവശ്യപ്പെട്ടത്. അതനുസരിച്ച് ആ ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ അനുസരിച്ചുകൊണ്ട് അവരുടെ വെബ്സൈറ്റ് വഴിയാണ് ഈ ഒരു മത്സരത്തിൽ പങ്കെടുത്തത്. ആ സമയത്ത് പല പേരുകളും അന്വേഷിച്ചു. അങ്ങനെ വാട്സപ്പ് വഴി തന്നെ പല പേരുകളും അനുജത്തിയും അതുപോലെ തന്നെ അനുജനൊക്കെയായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അവരുടെയൊക്കെ മത്സരത്തിലേക്ക് പങ്കെടുക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിരുന്നു. അങ്ങനെ ഏതായാലും പഠിച്ചവൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് ഈ ഒരു കൈലാക്ക് എന്നുള്ള പേര് കമ്പനി സ്വീകരിക്കുകയും അതനുസരിച്ച് അവർ മറ്റു കാര്യങ്ങളൊക്കെ അറിയിക്കുകയും ചെയ്തതിൽ വളരെയധികം സന്തോഷമുണ്ട്. പിന്നെ കഴിഞ്ഞ ബുധനാഴ്ചയായിരുന്നു ഇവർ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള റിസൾട്ട് റിവീൽ ചെയ്തത്. അപ്പോൾ കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് ഇത് ആരംഭിച്ചത്. അതനുസരിച്ച് തുടർന്ന് അങ്ങോട്ട് അവർ മാസങ്ങളോളം ഇതുമായി ബന്ധപ്പെട്ടുള്ള ക്യാമ്പയിനൊക്കെ നടത്തി, വോട്ടിംഗ് സെക്ഷനൊക്കെ നടത്തി, ഒക്കെ സോഷ്യൽ മീഡിയ വഴിയായിരുന്നു. കഴിഞ്ഞ ഒരു മാസത്തിലാണ് ഇതിൻ്റെ അവസാനഘട്ട നടപടികളൊക്കെ കടന്നത്. അതിൽ പല പേരുകളും ഷോർട്ട് ലിസ്റ്റ് ചെയ്തു. ആദ്യം 100 പേരാക്കി ഷോർട്ട് ലിസ്റ്റ് ചെയ്തു. അതനുസരിച്ച് 50 പേരാക്കി. പിന്നെ കഴിഞ്ഞ ഒരാഴ്ച ആയിക്കൊണ്ട് സൂപ്പർ 8, സൂപ്പർ 7, സൂപ്പർ 6, സൂപ്പർ 5 എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു പേരുകൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നു. കഴിഞ്ഞ ബുധനാഴ്ച അവസാന 5 പേരുകളിൽ നിന്ന് ഒരു പേര് തിരഞ്ഞെടുക്കുന്ന ഒരു ചടങ്ങ് അവർ മുംബൈയിൽ വെച്ച് സ്കോഡയുടെ പ്രത്യേക ഫംഗ്ഷനിൽ അവർ നടത്തുകയുണ്ടായി. അതിലാണ് സ്കോഡ കൈലാക്ക് എന്ന പേര് അവർ ഔട്ട് ചെയ്തത്. അപ്പോൾ ആദ്യം അവർ റിവീൽ ചെയ്തത് അവരുടെ ഈ ഒരു പേരായിരുന്നു, വിന്നറെ അനൗൺസ് ചെയ്തിരുന്നില്ല. അതിനുശേഷം ഈ റിവീൽ ചെയ്യുന്ന സമയം പറയുന്നത് ഒരു മണി ആ സമയമായിരുന്നു. ഒരു 2 മണിയോടടുത്ത് അവർ വീണ്ടും ഫോണിലൂടെ കോൺടാക്ട് ചെയ്തു. സിയാദ്, കൺഗ്രാജുലേഷൻസ്, യു ആർ ദ വിന്നർ എന്ന് ഫോണിലൂടെ അറിയിച്ചു. അപ്പോൾ ആദ്യം കേട്ടപ്പോൾ വിശ്വസിക്കാൻ കുറച്ച് പ്രയാസം ഉണ്ടായിരുന്നു. പിന്നെ അവർ അത് മനസ്സിലാക്കിയത് കൊണ്ടും നിങ്ങൾ ഏതായാലും ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ വഴി സ്കോഡയുടെ പേജ് ഒന്ന് സെർച്ച് ചെയ്യാൻ പറഞ്ഞു. സ്കോഡയുടെ പേജ് തുറന്നപ്പോൾ തന്നെ അവരുടെ ഒരു പോസ്റ്റർ കണ്ടു. മുഹമ്മദ് സിയാദ് ഫ്രം കേരള, യു ആർ ദ വിന്നർ എന്നുള്ള ഇപ്പോൾ പ്രചരിപ്പിക്കുന്ന ഒരു പോസ്റ്റർ കാണാനിടയായി. അങ്ങനെയാണ് ഈ ഒരു വിന്നറാണെന്നുള്ള കാര്യം അറിഞ്ഞത്. അതിനുശേഷം അവർ അതിലൂടെ ആ ഒരു പോസ്റ്ററിന് അടിയിലൂടെ തന്നെ അവർ ക്യാപ്ഷനായി കൊടുത്തിട്ടുണ്ട്. അതായത് യു വിൽ ബി ദ ഫസ്റ്റ് ഓണർ ഓഫ് ദ സ്കോഡ കൈലാക്ക്. അതായത് സ്കോഡ ഈ ഒരു 2025 അടുത്ത വർഷം അവരുടെ ഒരു പുത്തൻ കോമ്പാക്ട് SUV പുറത്തിറക്കുമ്പോൾ നിങ്ങളായിരിക്കും ഈ രാജ്യത്തിലെ ഈ ഒരു സ്കോഡ കൈലാക്കിൻ്റെ ആദ്യത്തെ ഉടമ എന്ന് അവർ അറിയിക്കുകയും കൂടി ചെയ്തപ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. അതിൽ കുടുംബത്തിനും അതിയായ സന്തോഷമുണ്ട്, കൂട്ടുകാർക്കും. അതുപോലെ തന്നെ പ്രത്യേകമായിട്ട് അറിയിക്കാനുള്ളത്, പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനമുണ്ട് കാസർഗോഡ്, നജാദ് ഖുർആൻ അക്കാദമി. അവിടുത്തെ ഖുർആൻ ടീച്ചറാണ്. അപ്പോൾ അവിടുത്തെ കുട്ടികൾക്കും ഒരുപാട് സന്തോഷമായിട്ടുണ്ട്. അവരൊക്കെ ഒരുപാട് ആഗ്രഹിച്ചതായിരുന്നു, വീട്ടുകാരും കുടുംബക്കാരും നാട്ടുകാരും കൂട്ടുകാരൊക്കെ. ഏതായാലും എല്ലാവരുടെയും അനുഗ്രഹം കൊണ്ടും പ്രത്യേകിച്ച് പ്രാർത്ഥനകൾ കൊണ്ടും പടച്ചവൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ടും ഈ ഒരു നേട്ടം കൈവരിക്കാൻ സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ട്. വീണ്ടും ദൈവത്തിന് സ്തുതിക്കുകയാണ്. അൽഹംദുലില്ലാഹ്.